ഐസിസിലേക്ക് പോയ കുറച്ച് ആളുകളുടെ സിനിമ അതെടുക്കുന്നു. അതിനെന്തുകൊണ്ട് കേരള സ്റ്റോറി എന്ന് പേരിട്ടു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്, അല്ലേ? നിങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലും ഇട്ടുകൂടായിരുന്നോ എന്ന്. ഈ കണക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേരിടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിന് കേരള സ്റ്റോറി എന്നല്ലാതെ വേറെ എന്ത് പേരാ ഇടുക? കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സിമ്പത്തൈസേഴ്സ് ആയിട്ട് ഐസിസിലേക്ക് പോയിട്ടുള്ളതും റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും അത് കേരളത്തിൽ നിന്നാണ്. ഇനി അത് പോട്ടെ, ഈ റിക്രൂട്ട്മെൻറ്റിന് നേതൃത്വം കൊടുത്ത വ്യക്തി നമുക്കറിയാം, അബ്ദുൾ റാഷിദ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം മലയാളിയാണ്, അദ്ദേഹം കാസർഗോഡുകാരനാണ്. ഇതിൽ ഈ കണക്കുകളൊക്കെ പുറത്ത് വന്നത് 2017 വരുമ്പോൾ ഈ വാർത്ത വരുന്ന സമയത്ത് അവിടെ അതിൽ എഴുതിയിരിക്കുന്ന കാണാം, ദിസ് ഈസ് എ ചേഞ്ച് ഫ്രം എ ഫ്യൂ ഇയേഴ്സ് അഗോ വെൻ ദ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് claimed that not a single ISIS operative had been found in India. 2014 ഇവർ BJP കയറുന്നതിന് മുന്നേ മൻമോഹൻ സിംഗ് ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്